ഉടമ്പടി എടുത്തവരോട് അച്ഛന് പറയാനുള്ള ഒരു രഹസ്യമായ ഒരു ആശ്വാസം എന്ന് പറയണത്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഉടമ്പടി എടുത്ത് നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആകണം. നമ്മളത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്? നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുകയും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 പത്രോസ് 5:6. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യം ദൈവത്തിൻ്റെയും കൂടി കാര്യമാണ്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. അതുകൊണ്ടാണ് നല്ല സമരക്കാരൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് പറയണില്ലേ, എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലുക്കാ 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പം ദൈവം നമ്മുടെ ദൈനംദിന കാര്യങ്ങളില്ലേ, അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സീരിയസാണ്. പരിശുദ്ധമ്മയും ചെയ്യണത് അതാണ്. ആ കാനായിലെ കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഒരു കാര്യമുണ്ട്. എന്താണ്? അവർക്ക് വീഞ്ഞില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 2:3. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അപ്പം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുവിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. അതുപോലെ തന്നെ ലുക്കാ 10:30 നമ്മൾ വായിച്ചത്, നല്ല സമരിയക്കാരൻ ആ വഴിവക്കിൽ കള്ളന്മാരാൽ അകപ്പെട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വഴിവെക്കി കിടക്കുന്ന ആൾക്കാരില്ലേ. എനിക്ക് അവരെ കാണാൻ പോയപ്പോൾ ഈ വിസ തട്ടിപ്പ് കൊണ്ട് ആൾക്കാരെ എന്തുമാത്രം പേര് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഏജൻസി കൊടുത്തിട്ട് അവസാനം കേസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ. അത് തന്നെയാണ് വിഷയം. അപ്പോൾ നിങ്ങളോർക്കും വിസ തട്ടിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബൈബിള്. അങ്ങനെയല്ല, തട്ടിപ്പിൽ പെട്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ, എന്തുമാത്രം പേരുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിൽ. അപ്പോഴും നീ അങ്ങനെ തട്ടിപ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ വഞ്ചന. ഇപ്പം കൂട്ടുകച്ചവടം ചെയ്തിട്ട് ഒരുത്തൻ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അവന് കൊടുക്കാനുള്ള എല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവൻ ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് നഷ്ടം അവന് ഏക്കത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമല്ല വരും. അപ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ. അതാണ് അവൻ്റെ കാര്യത്തിൽ. ആ നല്ല സമരക്കാരൻ്റെ കഥയിൽ ഇതുപോലെ വഴിയാത്രക്കാരായി വഞ്ചിക്കപ്പെട്ട ആളാണ്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്, അങ്ങനെ വഞ്ചിക്കപ്പെട്ടാലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ ജീവിതത്തിൽ പറ്റിപ്പല്ലിപ്പെടും. പക്ഷേ ആ പറ്റിപ്പിൽ പെടുന്നവന് കർത്താവിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. എന്താണ്? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ ജനറൽ പോളിസിയാണ്. അതിനോട് സിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് മറിയം പരിശുദ്ധ പ്രേരിതയായിട്ട് ഈ കാനായിലെ കല്യാണ കുടുംബത്തിൻ്റെ ഇല്ലായ്മകൾ, ആ കുടുംബകാര്യത്തെ ദൈവതിരുസിനെ സമർപ്പിച്ചത്. എന്താ കാര്യം? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ജനറൽ പോളിസി ഉണ്ട്. നമ്മൾ സ്കീം എന്ന് പറയുന്നത്, അതാണ് സ്കീം എന്ന് പറയണത്. അപ്പോൾ സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും. പഞ്ചായത്തിലൊക്കെ ഒരു സ്കീം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പഞ്ചായത്തുകാർ നമ്മൾ വീട് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്നാ പറയണത്? സ്കീമില്ലെന്നാണ് പറയണത്. സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം. അപ്പോൾ ദൈവതിരുസന് സ്കീം ഉള്ളത് കൊണ്ടാണ് മറിയത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയേണ്ടി വന്നത്. വീഞ്ഞില്ല, ജോലിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, കിടപ്പാടമില്ല, അങ്ങനെ പറഞ്ഞ കുറേ ഇല്ലായ്മകളില്ലേ. അതിനെല്ലാം ദൈനംദിന കാര്യങ്ങൾ, അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ സ്കീമുണ്ട്. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സന്ധിക്കപ്പെടണമെന്നുള്ള
മനസ്സാണുള്ളത്. അതുകൊണ്ടാണ് മറിയത്തിന് മാധ്യസ്ഥം ദൈവം ഏറ്റെടുക്കാൻ കാരണം അതാണ്. അപ്പം അതുപോലെ തന്നെ നീ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിനക്കറിയണം, ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു. എന്ത് 1:10:5-6 അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു, പിന്നെ നീ ഇത് ചുമന്ന് നടക്കരുത്.